ഈ നിൽക്കുന്ന മരം എന്താണെന്നും അതിലുണ്ടാക്കി കിടക്കുന്ന പഴം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? മഹാഗണിയാണ് കേട്ടോ. അത്യാവശ്യം ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ, പ്രത്യേകിച്ച് ബോട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മഹാഗണി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനൊരു വാട്ടർ റെസിസ്റ്റൻ്റ് ഉണ്ട്. ആശാൻ്റെ പഴം ആ മുകളിൽ കിടക്കുന്നത്. ആ പഴം തിന്ന് നോക്കിയാലോ, നമ്മൾ പല പഴങ്ങളും തിന്നുന്നില്ല, അത് തിന്ന് നോക്കിയാലോ. ആദ്യം തന്നെ പറയാലോ, അതങ്ങനെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കരളിന് പണി കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ സീഡ് അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ലിവറിന് ഡയറക്റ്റ് ഡാമേജ് ആവും എന്ന് വ്യക്തമായി പലയിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടികളൊന്നും കാണിച്ചേക്കില്ല. പിന്നെ നമ്മളൊരു ഫ്രൂട്ട് ടേസ്റ്ററാണ്, അതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കുകയാണ്. അതങ്ങനെ ഇങ്ങനെയൊന്നും പൊട്ടത്തില്ല കേട്ടോ. കത്തിയൊക്കെ വെച്ചൊന്ന് ഷോയ്ക്ക് വരഞ്ഞു വിടാന്നുള്ളതേ ഉള്ളൂ. നല്ല ചുറ്റി എടുത്ത് ഇടിച്ചാൽ മാത്രമേ ഇതിൻ്റെ പൊട്ടാത്തുള്ളൂ. അപ്പോൾ അങ്ങനെ തല്ലി പൊട്ടിച്ചെടുത്തിട്ട് നമ്മളൊന്ന് കടിച്ചു നോക്കി. നല്ല കയ്പോട്ടോ. കയ്പെന്ന് പറഞ്ഞാൽ വൃത്തികെട്ട കയ്പാണ്. പിന്നെ മഹാഗണി തടിയുടെ ഒരു സ്മെല്ലില്ലേ, അതിൻ്റെ ടേസ്റ്റ് കിട്ടി കേട്ടോ. ഇതാരും നിങ്ങളായിട്ട് ഇനി ഇത് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഞാൻ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. കയ്പാണ്. മഹാഗണി തടിയുടെ മണമുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ വായി വരും, അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഉണങ്ങി കഴിഞ്ഞാൽ ഒരു കിടിൽ